എപ്പോഴാണ് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കേണ്ടത്? നമുക്ക് കൊളസ്ട്രോളിൻ്റെയൊക്കെ റിസൾട്ട് നോക്കിയിട്ട് ചില ആൾക്കാർ വരും, ഡോക്ടറെ കൊളസ്ട്രോൾ 230 ഉണ്ട്, ഞാൻ മരുന്ന് കഴിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ കൊളസ്ട്രോളിൻ്റെ ലാബ് റിപ്പോർട്ട്, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിയിട്ടുള്ള ആ റിപ്പോർട്ട് മാത്രം വെച്ചിട്ടല്ല ഒരു വ്യക്തി കൊളസ്ട്രോളിൻ്റെ മെഡിസിൻസ് എടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. പല കാര്യങ്ങൾ. ഒന്ന്, ലാബ് റിപ്പോർട്ട് നോക്കും, അയാളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കും, ഹൃദയ സംബന്ധമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരാനുള്ള കാർഡിയാക് റിസ്ക് സ്കോറിങ് നമ്മൾ ചെയ്ത് നോക്കും. അതിനകത്ത് അവരുടെ പ്രായം, മറ്റ് ശീലങ്ങൾ, പ്രമേഹമുണ്ടോ, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ മറ്റ് പല കാര്യങ്ങളും നോക്കി അവർക്കൊരു റിസ്ക് സ്കോർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എപ്പോഴും മെഡിസിൻ വേണോ വേണ്ടയോ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗത്ത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, സ്ലീപ്പ്, ഇതൊക്കെ കറക്റ്റ് ചെയ്യണം. അതിനോടൊപ്പമായിരിക്കും മെഡിസിൻ വേണ്ട ആളുകൾക്ക് മാത്രം. അപ്പോൾ അതിന് ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ക്യൂറിസ് സ്കോറിങ്, ഫ്രമിംഗ്ഹാം ഹാർട്ട് റിസ്ക് സ്കോറിങ്, ASCVD സ്കോറിങ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്കോറിങ് സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഒരു വ്യക്തി മരുന്ന് കഴിക്കണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ വെറുതെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുഴപ്പമില്ല, നേരത്തേതിനെക്കാട്ടി കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറിന്റെ ഗൈഡൻസ് ഇല്ലാതെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല.